ഹലോ എവ്രി വൺ. എങ്ങനെ മനസ്സ് വന്നു ജാസ്മിനെ സ്വന്തം ഫോളോവേഴ്സിനെ ചതിക്കാൻ? അതായത് ജാസ്മിൻ ജാഫർ നമ്മളെല്ലാവരെയും ചതിക്കുകയാണ്. അത് എങ്ങനെയെന്ന് ഞാനിന്ന് ക്ലിയറായി കൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുതരാം. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. മോളെ ജാസ്മിനെ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്നെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറേ പേര് നിനക്ക് സപ്പോർട്ട് ഇട്ടാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ജാസ്മിൻ കാണിക്കുന്ന വൃത്തികേടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ ഞങ്ങളുടെ ദൈവമാണ്, ജാസ്മിൻ്റെ ഫാൻസാണ് ഞങ്ങളെന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ എന്നെ പഞ്ഞിക്കിടുകയാണ്. വൃത്തികേട് ചെയ്തത് നീയാണെങ്കിലും അവിടെ കുറ്റക്കാരനാകുന്നത് ഞാനാണ്. കാരണം അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു ജാസ്മിനെ നിൻ്റെ ഫാൻസ്. അത്രമാത്രം നീയാണെന്ന് പറഞ്ഞാൽ ദൈവമാണെന്ന് പറയുന്നവർ പോലുമുണ്ട്. നിന്റെ പേരെടുത്താൽ ചാവാൻ പോലും റെഡിയാവുന്ന ആൾക്കാരുണ്ട് ജാസ്മിനെ. അവരൊക്കെ ചതിക്കാം നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ജാസ്മിൻ ജാഫറെ? ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ജാസ്മിൻ ജാഫർ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് ഒരു ടാബ്ലറ്റ് എങ്ങാനും കുടിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് നല്ല രീതിയിൽ വെളുക്കുമെന്നാണ് ജാസ്മിൻ പറയുന്നത്. അതായത് ടാബ്ലറ്റ്സ് ഇടുന്ന ഗ്ലാസ് ഒന്നാണ്, ജാസ്മിൻ ജാഫർ കുടിക്കുന്നത് മറ്റൊരു ഗ്ലാസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഓക്കെ, ഞാനൊരു വീഡിയോ ക്ലിപ്പും കൂടി വെച്ച് തരാം അതിൻ്റെ. ഓക്കെ, തലേ ദിവസത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എണ്ണിക്കുമ്പോഴത്തേക്കും വീടൊരു കാടായി മാറുന്നത് കണ്ടാണ് ഞാൻ എണ്ണിക്കല്. പിന്നെ അതൊക്കെ ഒന്ന് തൂത്തുവാരിയുള്ള തുണിയും മണിയെല്ലാം പറക്കിയിട്ട് കഴുകി വരുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുമില്ലേ, അവൻ ഉണർന്നിട്ടുണ്ടായിരിക്കും. അവനെ പിന്നെ കുറച്ചു നേരം കളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെ എന്തെല്ലാം. ഇതിന്റെ ഇടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്കിൻ കെയർ. അതിനുള്ള പണി എനിക്ക് കിട്ടി തുടങ്ങി. അതുകൊണ്ട് ഞാൻ വെച്ച് താമസിപ്പിച്ചില്ല, പ്രതിവിധി കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, നമ്മളാരാ. ഇനി മുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ടതൊക്കെ. ജാസ്മിൻ പറയുകയാണ്, സ്കിന്നിനെ വളർത്താൻ വേണ്ടി ഞാനൊരു പ്രൊഡക്റ്റ് കുടിക്കുന്നുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, മൈൻഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അന്നെങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും. ഓക്കെ, കണ്ടു നോക്കാം. ഇത് നമ്മുടെ ഷീക്ക് ന്യൂട്രീസിന്റെ ഗ്ലൂട്ടോത്തൈൻ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ മുൻപും യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഇപ്പൊ വീണ്ടും സ്കിൻ കെയർ ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു പൊടിക്കൈ. നമ്മളൊരു 250 ml വെള്ളം എടുത്തതിന് ശേഷം അതിൽ ഒരു ടാബ്ലറ്റ് ഇട്ടാൽ മതി. അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു ടാബ്ലറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മളിത് കൺസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ജാസ്മിൻ ജാഫറിന്റെ ഈ ഒരു ഗ്ലാസ് ശ്രദ്ധിച്ച് നോക്കുക. ഒരു ഫോട്ടോയും കൂടി ഞാൻ സൈഡിൽ വെച്ച് തരാം. നോക്കൂ നിങ്ങൾ, ഈ ഗ്ലാസിന്റെ സൈഡിൽ ചെറിയ പാടുകളൊക്കെ ഉണ്ട്. അതായത് ഈ ടാബ്ലറ്റ്സ് ഇട്ട പാടുകളുണ്ട്. ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ ഗ്ലാസ് കറക്റ്റായി ശ്രദ്ധിക്കുക. ഈ ഗ്ലാസിൻ്റെ 2 ഫോട്ടോ ഞാൻ സൈഡിൽ വെച്ച് തരാം. ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്, ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. നോക്കൂ നിങ്ങൾ, അതായത് ഇതിൻ്റെ എല്ലാ ഭാഗവും ഉണ്ട്. ഈ ഗ്ലാസിൻ്റെ മുമ്പിൽ എന്തോ പാടുണ്ട്, ഇവിടെ എന്തോ സാധനമുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കൂ. അതിനുശേഷമുള്ള വീഡിയോ കൂടി നിങ്ങൾ കാണുക, അപ്പോൾ നിങ്ങൾക്കറിയും. ഓക്കെ, 500 mg ജാപ്പനീസ് ഗ്ലൂട്ടോത്തൈനും 40 mg വൈറ്റമിൻ സിയും ആണ് കേട്ടോ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നുള്ള ഈ പ്രീമച്യൂർ ആയിട്ടുള്ള ഏജിങ്, ഫൈൻ ലൈൻസ് കാര്യങ്ങളൊന്നും വരില്ല. കൊളാജൻ പ്രൊഡക്ഷൻ കൂടുതലാണ്. വിറ്റമിൻ സി കണ്ടല്ലോ നിങ്ങൾ. അതായത് ജാസ്മിൻ ജാഫർ കുടിക്കുന്ന ഗ്ലാസും അന്നേരത്തെ ഇട്ട ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചു നോക്കുക. ഒന്നും കൂടി ഞാൻ വെച്ച് തരാം. ഇവിടെ വെക്കുന്നത്, അതായത് ഈ സൈഡിൽ വെക്കുന്നത് ജാസ്മിൻ ജാഫർ ഇടുമ്പോൾ ഉണ്ടായ പാടാണ്. ഓക്കെ, ഈ സൈഡിലുള്ള ഗ്ലാസ്സിൽ പാടുകളില്ല, ഈ സൈഡിലുള്ള ഗ്ലാസ്സിൽ പാടുണ്ട്. അപ്പോൾ ജാസ്മിൻ ടാബ്ലറ്റ് ഇടുമ്പോൾ ആ ഗ്ലാസ്സിൽ കുറേ പാടുണ്ട്, കുടിക്കുമ്പോൾ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? വേറെന്തോ കലക്കി കുടിക്കുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജീരകം പോലെയുള്ള സാധനമാണ് ജാസ്മിൻ കുടിക്കുന്നതും നമ്മളോട് കാണിച്ചു തരുന്നത് മറ്റേ ഈ ടാബ്ലറ്റ്സ് ആണ് ഞാൻ കുടിക്കുന്നതെന്ന് വെറുതെ പറയുകയാണ്. നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ ഞാൻ വ്യക്തമായി പറയുകയാണ്. ജാസ്മിൻ അതായത് ടാബ്ലറ്റ്സ് ഇടുമ്പോൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ പാടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾ. അതായത് ഈ ടാബ്ലറ്റ്സ് ഇട്ടതിൻ്റെ പാടുണ്ട്, അല്ലാതെ ചില പാടുകളൊക്കെ ഉണ്ട് ഗ്ലാസ്സിൽ. ജാസ്മിൻ ജാഫർ കുടിക്കുമ്പോൾ ഈ ഗ്ലാസ്സിൽ പാടില്ല. എവിടെ പോയി? മാഞ്ഞു പോയോ? അതിൻ്റെ അർത്ഥം ജാസ്മിൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്, അതായത് ഈ ടാബ്ലറ്റ്സ് ഇടുമ്പോൾ ജാസ്മിൻ പറഞ്ഞു തരുന്ന ഗ്ലാസ് അല്ല ജാസ്മിൻ കുടിക്കുന്നത്. ആ ടാബ്ലറ്റ്സിൻ്റെ വെള്ളമല്ല ജാസ്മിൻ കുടിക്കുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എൻ്റെ ഫോളോവേഴ്സ് ചത്താലും കുഴപ്പമില്ല, എൻ്റെ ഫോളോവേഴ്സ് ഈ വീഡിയോ കണ്ട് ഈ സാധനം ഓർഡർ ചെയ്യണം, അതിനുള്ള പൈസ എനിക്ക് കിട്ടും. അതായത് ഈ ഒരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജാസ്മിന് മിനിമം ഒരു 5 ലക്ഷം റുപ്യെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അത് കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അതിൻ്റെ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. ക്ലിയറായി നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ജാസ്മിൻ ജാഫർ കുടിച്ചതൊന്നാണ്, നമുക്ക് കാണിച്ചു തന്നത് ഒന്നാണ്. ആ ഗ്ലാസിൻ്റെ ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾ ഒന്നും കൂടി നോക്കൂ. ഈ സൈഡിലുള്ള ഗ്ലാസ്സിൽ എത്ര പാടുകളുണ്ട്. ജാസ്മിൻ കുടിക്കുന്ന സമയത്ത് ആ പാടുകളൊക്കെ എന്തായി? മായമായോ?
അതിൻ്റെ അർത്ഥം ജീരകത്തിൻ്റെ എന്തോ സാധനം ജാസ്മിൻ കുടിക്കുന്നു. നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഇത് കുടിച്ച് ചത്തോളൂ, ഒരു പ്രശ്നവുമില്ല. എന്താണ് ജാസ്മിനെ, നിന്നെ സ്നേഹിച്ചാണ് കുറേ പേര് നിന്നെ ഫോളോ ചെയ്തത്. 1.5 മില്യൺ ആൾക്കാർക്ക് നീ ഈ പാഠമാണോ ജാസ്മിനെ കൊടുക്കുന്നത്? ഒരു ചെറിയൊരു എക്സാമ്പിൾ ജാസ്മിൻ ജാഫറിന് മനസ്സിലാവാൻ ഞാൻ പറയുകയാണ്. ഞാനടക്കം നിന്നെ എന്തെങ്കിലും നീ ഇഷ്ടം പോലെ വൃത്തികേട് ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറേ പേര് എന്നെ പഞ്ഞിക്കിടുകയാണ് കമൻറ്റ് ബോക്സിൽ. കാരണം നിന്നോട് അത്രമാത്രം സ്നേഹമുണ്ട് ജാസ്മിനെ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഇതാണോ കൊടുക്കുന്നത് ജാസ്മിനെ? എങ്ങനെ മനസ്സ് വന്നടി നിനക്ക്? പൈസ ഉണ്ടാക്കാൻ എത്ര മാർഗമുണ്ടടി നിനക്ക്? അതായത് ഈ ജാസ്മിന് യൂട്യൂബിൻ്റെ റവന്യൂ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ബിസിനസ് ഉണ്ട്, എന്തൊക്കെയോ പണികളുണ്ട്. ഓക്കെ, എന്നിട്ടും പാവങ്ങളെ പറ്റിക്കണം. അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ഉടമ പറഞ്ഞിട്ടുണ്ടാവും, നീ വീഡിയോ ചെയ്താൽ മതി, 5 ലക്ഷം നിനക്ക് തരാം, നീ വേറെ എന്തെങ്കിലും കലക്കി കുടിച്ചാൽ മതി, ഒന്ന് കുടിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അഭിനയിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ മനസ്സ് വന്നു ജാസ്മിനെ? പാവങ്ങളെ പഞ്ഞിക്കിടാൻ എങ്ങനെ മനസ്സ് വന്നു? ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇതിനു മുമ്പ് ജാസ്മിൻ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി ഇറക്കി. അതായത് പറയുകയാണ്, ടൈം പാസിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് ആപ്പ് എന്നാണ്. ആ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ, ആ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് 50 രൂപ റീചാർജ് ചെയ്യണം, 100 രൂപ റീചാർജ് ചെയ്യണം, ഒരു 5 മിനിറ്റ് വേറെ ആരോടെങ്കിലും സംസാരിക്കാൻ 100 രൂപ നമ്മൾ കൊടുക്കണം. നമുക്കൊന്ന് ഭ്രാന്ത. എന്നോട് വേറെ സുഹൃത്തുക്കൾ പറഞ്ഞതാണ്. ഓക്കെ, അതിനുശേഷം കുടുംബം കലങ്ങുകയാണ് ഫ്രണ്ട് ആപ്പിനെ പറഞ്ഞ്. ജാസ്മിൻ ജാഫർ ചെയ്യുന്നത് എന്താണ് ജാസ്മിനെ? നിന്നെ സ്നേഹിച്ചു ഫോളോ ചെയ്തവർക്ക് ഇതുപോലത്തെ ഇൻഫർമേഷൻ ആണോ നീ കൊടുക്കുന്നത്? അതായത് ഈ ടാബ്ലറ്റ്സിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളോട് പറയുകയാണ് ഇത് കുടിച്ചാൽ സ്കിന്ന് നല്ല രീതിയിൽ ഗ്രോത്ത് ആവും എന്ന് പറഞ്ഞ്, അതിനുശേഷം വേറൊരു ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണ്. നാണമില്ലേ നിനക്ക്? ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം 18+ ആക്കി മാറ്റിയ ജാസ്മിൻ ജാഫർ അല്ലേ? അതിൻ്റെ അകത്ത് പോയിട്ട് എന്ത് കളിയാണ് നീ കളിച്ചത്? കാമക്കളിയാണോ? നാണമില്ലേടി നിനക്ക്? അതായത് കെട്ടിപ്പിടുത്തം, ഉമ്മ വെപ്പലും ഞാനൊന്നും വായിലൊന്നും വരുന്നില്ല. എന്തൊരു സാധനമാണ് ജാസ്മിനെ നീ! എങ്ങനെ, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം സാധാരണ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത ഷോ ആക്കി മാറ്റിയ ജാസ്മിൻ ജാഫറാണ്. അവിടെ പോയി മറ്റേ കാമക്കളി കളിച്ച് എങ്ങനെ മനസ്സ് വന്നടി നിനക്ക് 1.5 മില്യൺ ആൾക്കാരെ പറ്റിക്കാൻ? ചിലപ്പോൾ ഇതും വിശ്വസിക്കാത്ത ചില ആൾക്കാരുണ്ട്. ഇതിനും വലിയ തെളിവിന് എന്ത് കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല. ഒരൊറ്റ കാര്യം പറയുകയാണ്, ജാസ്മിൻ ജാഫറിനെ നിങ്ങൾ ദൈവമായി സ്വീകരിച്ചോ പ്രശ്നമില്ല. ഈ പണ്ടാരം പറയുന്ന സാധനം പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങാതിരിക്കുക. വാങ്ങിക്കഴിഞ്ഞാൽ 20 വർഷം, അതായത് 50 വർഷം ജീവിക്കുന്ന നിങ്ങൾ 20 വർഷത്തിൽ ചാവേണ്ട അവസ്ഥ വരും. ഉറപ്പാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കോളേജിൽ പഠിക്കുന്ന SSLCയിൽ പഠിക്കുന്ന പിള്ളേരാണ് അധികം ഇവരുടെ ഫോളോവേഴ്സ്. ഇവളെങ്ങാലും അതായത് ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കിന്നും ഇങ്ങനെ ആവൂലേന്ന് പറഞ്ഞ് കുറേ പേര് ആ ടാബ്ലറ്റ്സും കൂടി മേടിച്ച് കുടിക്കും. ഉറപ്പായും ചത്തുപോകും. ഇവളെന്തുകൊണ്ട് കുടിക്കുന്നില്ല? അങ്ങനെ സംഭവം സ്കിന്ന് നല്ല രീതിയിൽ ഗ്രോത്ത് ആവുന്നുണ്ടെങ്കിൽ ജാസ്മിന് കുടിക്കേണ്ടതല്ലേ? അവൾ കുടിക്കുന്നത് വേറെന്തോ ഒന്നിൻ്റെ വെള്ളമാണ്. ഒരൊറ്റ കാര്യം പറയുകയാണ്, നാച്ചുറലി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അതായത് സ്കിന്നിനൊന്നും വേണ്ടടാ, എന്തിനാണ്? എപ്പോഴും നമ്മൾ മരിക്കുന്നവരല്ലേ? നിങ്ങൾ മിണ്ടാടി ഇരുന്ന് കഴിഞ്ഞാൽ, ഒന്നും തേക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ല സ്കിന്ന് നല്ല അടിപൊളിയായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ജാസ്മിനെ നീ കാണിച്ചത് നല്ല രീതിയിൽ വൃത്തികേടായിട്ടുണ്ട്. ഇവളുടെ വീഡിയോ കണ്ട് ആരും ഒരു സാധനവും വാങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.